രുടെ നിയമനം വൈകുന്നത് വൈദ്യുത ബോർഡിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. പ്രസരണ വിതരണ മേഖലകളിൽ കാര്യക്ഷമമായ ഇടപെടലിനുള്ള അവസരമാണ് ഇത് നഷ്ടപ്പെടുത്തുന്നത്. കാര്യക്ഷമമായ വൈദ്യുത വിതരണത്തിന്റെ കുറവ് ക്ഷാമകാലത്ത് പ്രതിസന്ധി രൂക്ഷമാണ്. ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് KECBയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കുള്ളത്. കുറഞ്ഞത് 3 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസുകളുടെ മേൽനോട്ട ചുമതല. ലൈനുകളുടെ അറ്റകുറ്റപ്പണികളും സുരക്ഷയും ഉറപ്പാക്കണം. ഉപഭോക്താക്കൾ പരാതിയായി KECBക്കെതിരെ നൽകുന്ന കേസുകളുടെ നടത്തിപ്പ് ചുമതലയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ വർഷം ജനുവരിയിലാണ് ഉദ്യോഗക്കയറ്റത്തിലൂടെ അവസാനമായി 102 പേരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായി KECB നിയമിച്ചത്. നിലവിൽ 104 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ തസ്തികകളിൽ ഒഴിവുണ്ട്. ബോർഡിനുള്ളിലെ സാങ്കേതിക കാരണങ്ങളാൽ AXമാരുടെ തസ്തിക നികത്തുന്നത് വൈകുമ്പോൾ KECBയിലെ സാധാരണ ഓഫീസുകളുടെ പ്രവർത്തനത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്നു. വൈദ്യുത ലൈനുകളിൽ പണിയെടുക്കുന്നവർക്കുണ്ടാകുന്ന അത്യാഹിതങ്ങൾ കൂടിയതോടെ സുരക്ഷാ മാനുവൽ KECBയിൽ നടപ്പാക്കിയിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ ഈ നിർദ്ദേശങ്ങളും പാളുകയാണ്. ഇതിനൊപ്പം പ്രസരണ നഷ്ടം കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ഫലം കാണുന്നില്ല. വൈദ്യുത മോഷണം തടയാനുള്ള അപ്രതീക്ഷിത പരിശോധനകളും AXമാരുടെ ഉത്തരവാദിത്തമാണ്. ഇവയെല്ലാം തടസ്സപ്പെടുമ്പോഴും AXമാരുടെ സ്ഥാനക്കയറ്റത്തിൽ ബോർഡ് മൗനം തുടരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സാങ്കേതിക പ്രശ്നങ്ങളും ബോർഡിലെ തർക്കവുമാണ് KECBയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ നിയമനത്തിന് തടസ്സം നിൽക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരിൽ സീനിയറായ ബിരുദധാരികളെ മറികടന്ന് ജൂനിയറായ ഡിപ്ലോമക്കാരന് ഉദ്യോഗക്കയറ്റം നൽകരുതെന്ന ഉത്തരവ് മറികടക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമാണ്. പൊതുമരാമത്ത് വകുപ്പിലെ സ്പെഷ്യൽ റൂളുകളാണ് എഞ്ചിനീയറിംഗ് സർവീസിനായി KECB മാനദണ്ഡമാക്കിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായി ബിരുദധാരികൾക്ക് നേരിട്ട് പ്രവേശനം. ഡിപ്ലോമക്കാർക്ക് ഉദ്യോഗക്കയറ്റത്തിലൂടെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാകാം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരാകാനുള്ള ഉദ്യോഗക്കയറ്റത്തിൽ ബിരുദധാരികൾക്ക് 75%, ഡിപ്ലോമക്കാർക്ക് 25% ഒഴിവുകൾ മാറ്റിവെച്ചു. പരാതിരഹിതമായി 2006 വരെ ഈ രീതി തുടർന്നു. എന്നാൽ 2006ലെ സ്ഥാനക്കയറ്റത്തിൽ തീരെ ജൂനിയറായ ഡിപ്ലോമക്കാർ പോലും AXമാരായി. ഇതോടെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പൊതുമരാമത്ത്, ജലവിഭവ വകുപ്പുകളിലും പല ഘട്ടങ്ങളിലായി ഈ വിവാദം ഉയർന്നിരുന്നു. അപ്പോൾ തന്നെ സർക്കാർ ഉത്തരവുകളായോ അസാധാരണ ഗസറ്റ് വിജ്ഞാപനമായോ പരിഹാരമെത്തി. സീനിയർ ബിരുദധാരികളെ മറികടന്ന് ശതമാനക്കണക്കിന്റെ പിൻബലത്തിലെ ഡിപ്ലോമക്കാരുടെ ഉദ്യോഗക്കയറ്റത്തിന് ആ വകുപ്പുകൾ വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ ഈ വർഷം ജനുവരി 7 വരെ പ്രതിഷേധങ്ങളുടെ നടുവിലും KECBയിൽ AX ഉദ്യോഗക്കയറ്റത്തിൽ ഡിപ്ലോമക്കാർക്ക് മുൻതൂക്കം നൽകി. 102 പേരുടെ ഉദ്യോഗക്കയറ്റ പട്ടികയിൽ ഇടത് മന്ത്രിസഭയിലെ പ്രമുഖന്റെ ഭാര്യയും കയറിക്കൂടി. പിന്നെ തിരുത്തലിന് ബോർഡ് തയ്യാറായി എന്നതാണ് വസ്തുത. സീനിയർ ബിരുദധാരികളെ മറികടന്ന് ശതമാനക്കണക്കിന്റെ പിൻബലത്തിലെ ഡിപ്ലോമക്കാരുടെ ഉദ്യോഗക്കയറ്റത്തിന് അടുത്ത മാസം തന്നെ വിലക്കും വന്നു. പക്ഷേ ഈ ഉത്തരവിന്റെ പിൻബലത്തിൽ ആർക്കും AXമാരായി നിയമനം നൽകിയില്ല. എന്നാൽ പുതിയ ഉത്തരവ് ഇറങ്ങുന്നതിന് മുൻകാലത്തെ ഒഴിവുകൾ പഴയ മാനദണ്ഡത്തിൽ നടപ്പാക്കാനാണ് ഇപ്പോൾ അണിയറ നീക്കം. ജനുവരി 7-ന് അവസാന സ്ഥാനക്കയറ്റ ഉത്തരവ്, 15-ന് സീനിയോറിറ്റി മാനദണ്ഡമാക്കണമെന്ന ബോർഡ് മെമ്പറുടെ കുറിപ്പും. ഇതിനിടയിൽ AXമാരുടെ ഒഴിവുകൾ ഉണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത. നിയമനക്കുറിപ്പുകളിലേക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ ഉദ്യോഗക്കയറ്റം മാറുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്നത് വൈദ്യുത ബോർഡിൽ തന്നെയാണ്. രമേശ് കരുണാകരൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.